ഹലോ ഗെയ്സ്, ഞാനിന്ന് ചെയ്യാൻ പോകുന്ന വീഡിയോ ഡേ ഇൻ മൈ ലൈഫാണ്. അപ്പോൾ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറഞ്ഞാൽ അപ്പവും കിഴങ്ങ് കറിയുമായിരുന്നു. അപ്പോൾ ഇവിടെ എല്ലാവർക്കും അപ്പം ഉണ്ടാക്കുന്ന ദിവസം കിഴങ്ങ് കറി തന്നെ വേണമെന്ന് നിർബന്ധമാണ്. ഇന്ന് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പണിയൊക്കെ കഴിഞ്ഞു. ഇനി നമുക്ക് ഉച്ചത്തേക്കുള്ള ഫുഡിൻ്റെ പ്രിപ്പറേഷനിലാക്കാം. അപ്പോൾ ഗ്രീഷ്മയ്ക്ക് രാവിലെ ഒരു പാലുകാച്ചൽ ചടങ്ങുണ്ടായിരുന്നു, അത് കൊല്ലത്തായിരുന്നു. അപ്പോൾ ഗ്രീഷ്മ രാവിലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് പോകാനായിട്ട് റെഡിയാകാൻ തുടങ്ങി. ഞാനപ്പോഴത്തേക്കും അരിയൊക്കെ കഴുകി കുക്കറിലാക്കി അടുപ്പത്ത് വെച്ചു. അപ്പം ചിക്കൻ കറി വയ്ക്കാനായിട്ട് ചിക്കൻ നമ്മൾ ഓൺലൈൻ ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഒത്തിരി ലേറ്റായി വരാനായിട്ട്. അപ്പോൾ അത് വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കാം. സവാള അരിഞ്ഞിട്ട് കണ്ണ് നന്നായിട്ട് നീറുന്നുണ്ട്. ചിക്കൻ വരുമ്പോഴത്തേക്കും നമുക്കിതൊക്കെ ഒന്ന് റെഡിയാക്കി വയ്ക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഞാൻ ചതച്ചെടുത്തു. സവാളയും ഇതൊക്കെ അരിഞ്ഞ് വെച്ചു. അപ്പോഴത്തേക്കും ഗ്രീഷ്മ പോകാനായിട്ട് ഇറങ്ങി. അങ്ങനെ ഗ്രീഷ്മ ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. അപ്പോൾ ഇനി ഗ്രീഷ്മ ഇനി വൈകുന്നേരമേ വരത്തുള്ളൂ. ഞാൻ ഇതിനിടയ്ക്ക് സവാളയൊക്കെ റെഡിയാക്കി അടുപ്പത്ത് വെച്ചു. ചോറടുപ്പിലായി. സവാളയൊക്കെ ഒന്ന് വാട്ടാനായിട്ട് വെച്ചു. അപ്പോൾ ചിക്കൻ വരുമ്പോഴത്തേക്കും നമുക്ക് സവാളയൊക്കെ ഒന്ന് വാട്ടി പൊടിയൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് റെഡിയാക്കി വെക്കുകയാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ പണി കഴിയുമായിരുന്നു. അപ്പോൾ ചോറ് വെന്തിട്ടുണ്ട്. അപ്പോൾ ചോറ് നന്നായിട്ട് വെന്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് ചരിച്ചിട്ടു. അതിനുശേഷം 2-3 ദിവസമായിട്ട് മഴയായതുകൊണ്ട് തുണിയൊന്നും ഉണങ്ങുന്നില്ലായിരുന്നു. അപ്പോൾ തുണിയൊക്കെ അകത്ത് തന്നെ വിരിച്ചിട്ടേക്കുമായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് നല്ല വെയിലുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു പുറത്തൊക്കെ ഇട്ട് തുണിയൊക്കെ ഒന്ന് വാട്ടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് തുണിയെല്ലാം അയയിൽ കൊണ്ടുവന്ന് വിരിച്ച് എന്നിട്ട് മുറ്റം അടിക്കാനായിട്ട് ഇറങ്ങി. മുറ്റത്തൊക്കെ ഇലയൊക്കെ വീണ് ഗേറ്റിന് പുറത്തൊക്കെ നന്നായിട്ട് ചവറുണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് ക്ലീനാക്കി. ബീനയ്ക്ക് കുറച്ച് ഈ ഒരാഴ്ചയായിട്ട് നൈറ്റ് ഡ്യൂട്ടി ആയിരുന്നു. അപ്പം പിന്നെ ബീന നൈറ്റ് ഡ്യൂട്ടി കഴിഞ്ഞ് വരുന്ന വരവ് നമുക്കൊന്ന് കാണാം. അല്ല, ബീന എത്തിയിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമ്മൾ ഓർഡർ എടുത്ത ചിക്കനും വന്നു. അങ്ങനെ ബീന ചിക്കനൊക്കെ ആയിട്ട് അകത്ത് വന്നു. പിന്നെ നമ്മൾ ചിക്കൻ റെഡിയാക്കി. ചിക്കനൊക്കെ കഴുകിയെടുത്ത് അടുപ്പത്ത് വെച്ച് കുറച്ച് കറിയും വെച്ചു, കുറച്ച് വറുക്കാനായിട്ട് എടുത്തു. ഇതൊക്കെ കഴിഞ്ഞിട്ട് ബീനയ്ക്കൊരു കല്യാണം ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് പോകാനായിട്ടൊരു മേക്ക് ഓവർ ചെയ്യണമായിരുന്നു. അപ്പോൾ ഇതെല്ലാം ഒന്ന് റെഡിയാക്കി വെച്ചിട്ടാണ് അത് ചെയ്യാനായിട്ട്. ഇനിയിപ്പോൾ അപ്പോഴത്തേക്ക് എനിക്ക് വിശപ്പായി. പിന്നെ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചു. അത് കഴിഞ്ഞിട്ട് ബീനെ മേക്ക് ഓവർ ചെയ്യിപ്പിക്കാനായിട്ട് ഇരുത്തി. സെറ്റ് സാരിയൊക്കെ ഉടുപ്പിച്ച് കമ്മലൊക്കെ ഇട്ട് പുരികമൊക്കെ എഴുതി പൊട്ടും ചന്ദനമൊക്കെ ഇട്ട് അങ്ങനെ അടിപൊളിയായിട്ട് മേക്കപ്പ് ചെയ്ത്. എങ്ങനെയുണ്ടെന്ന് നോക്കണേ ഗൈസ്, കമൻറ്റ് ഇടണം കേട്ടോ. ബീന പോകുന്നതിന് മുന്നേ പൂജാമുറിയിലേക്ക് വിളക്ക് കത്തിച്ച് വെച്ചിട്ട് യാത്രയൊക്കെ പറഞ്ഞ് ടാറ്റയൊക്കെ പറഞ്ഞ് പോയി. ഇനി ബീനയും നൈറ്റേ വരത്തുള്ളൂ.
എങ്ങനെയുണ്ട് ഗൈസ്? മേക്ക് ഓവർ എങ്ങനെയുണ്ട്? നന്നായിട്ട് മേക്കപ്പ് ചെയ്തിട്ടില്ലേ? എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ചെയ്യണം. ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ.